സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുഭ്യോ നമഃ. അഭിവന്ദ്യ ശ്രോതാക്കൾക്ക് ഈ ഉള്ളവൻ്റെ സാദരപ്രണാമം. രാമായണ ഉത്തരരാമായണ പഠനത്തിൻ്റെ 16-ാം ദിനത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതമരുളുന്നു. ഉത്തരരാമായണത്തിൽ 2-ാം അധ്യായത്തിൽ 1411 വരിയായ, അതായത് വരുണപുത്ര ജയം മുതലാണ് നമുക്ക് ഇന്ന് പാരായണം ചെയ്യേണ്ടുന്നത്. രാവണനും രാക്ഷസപ്പടയും അവരുടെ ജൈത്രയാത്ര തുടരുകയാണ്. ഏകദേശം ഒരാണ്ടായി കഴിഞ്ഞു ലങ്കയിൽ നിന്നും അവർ ഇറങ്ങിയിട്ട്. അന്തകപുരിയിൽ പോയി അന്തകനെ ജയിച്ചു എന്ന ഒരു അനന്തപ്രഭാവത്തോടു കൂടി നിവാതകവചന്മാരെ ജയിക്കാനായിട്ട് പോയി. ആ മഹാപുരിയിൽ അവരെ ജയിക്കാൻ സാധിച്ചില്ല. കാരണം ബ്രഹ്മവരത്തിനാൽ അവർക്കും തോൽവിയില്ല. ഉടൻ തന്നെ ബ്രഹ്മാവ് വന്നിട്ട് രണ്ടുപേരെയും യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അവിടെ നിന്നും നേരെ പോയത് കാലകേയന്മാരുടെ പുരിയിലേക്കായിരുന്നു. ജലരാക്ഷസന്മാരാണ് അവർ, 7 പേർ. അങ്ങോട്ട് പോവുകയാണ്. നോക്കാം അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന്. കൊന്നാനസുരരിലേഴു ജനങ്ങളെ പിന്നെ വരുണാലയം കണ്ടുമേവിനാൻ. നിഷ്പ്രയാസം അവരെ 7 പേരെയും രാവണൻ വധിച്ചു. അതിനുശേഷം വരുണപുരിയിലേക്ക് പോവുകയാണ്. ക്ഷീരാംബുരാശിക്കു മൂലമായി മേവിന ചാരുസുരഭിയെയും കണ്ടു വന്ദിച്ചാൻ. ക്ഷീരാംബുരാശി എന്ന് പറഞ്ഞാൽ ക്ഷീരാംബു, പാൽക്കടൽ. ക്ഷീരാംബുരാശി എന്ന് പറഞ്ഞാൽ സൗരയൂഥവും വരും. എന്തായാലും ഇവിടെ പറഞ്ഞിരിക്കുന്നത് സുരഭിയെ പറ്റിയാണല്ലോ. അത് പാൽക്കടലായിരിക്കാം. കാമധേനുവിനെ പറ്റിയാണ്. കാമധേനുവിനെ വണങ്ങി യുദ്ധത്തിനാശു വിളിച്ചാൻ വരുണനെ. തത്ര വരുണപുത്രന്മാർ പുറപ്പെട്ടാർ. ആ വരുണാലയത്തിലെത്തി വരുണനെ രാവണൻ യുദ്ധത്തിന് വിളിച്ചു. ഉടൻ തന്നെ വരുണപുത്രന്മാർ രാക്ഷസപ്പടയോട് യുദ്ധത്തിനായിക്കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടു. രാത്രിഞ്ചരന്മാർ തടഞ്ഞു നിർത്തിയിടിനാർ. ആർത്തി മുഴുത്തു വരുണാത്മജബലം. ആ വരുണപുത്രന്മാരുടെ സൈന്യത്തെ അവർ നന്നായി പ്രഹരിച്ചു എന്ന് വേണം പറയാൻ. അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വന്നു രാക്ഷസപ്പടയോട്. കൂർത്ത ശസ്ത്രാസ്ത്രങ്ങളേറ്റൊടുങ്ങിയിടിനാർ. ധാത്രിയിൽ നിന്നുയർന്നമ്പരെ നിന്നുടൻ പേർത്തു പൊരുതാർ വരുണാത്മജന്മാരും. ഉടൻ തന്നെ വരുണാത്മജന്മാർ നേരെ ആകാശത്തേക്ക് കുതിച്ചു. അവിടെ നിന്നിട്ട് അസ്ത്രശസ്ത്ര പ്രയോഗം ചെയ്യാൻ തുടങ്ങി രാക്ഷസപ്പടയുടെ നേരെ. രാത്രിഞ്ചരേശ്വരനാകിയ രാവണൻ ആർത്തനായി മോഹം കലർന്നു വീണിടിനാൻ. വരുണപുത്രന്മാരുടെ അസ്ത്രങ്ങളേറ്റ് രാവണൻ ബോധം കെട്ട് വീണുപോയി. ആ പതിനന്ദനന്മാരുടെ തേർത്തടമപ്പോൾ മഹോദരനും പൊടിച്ചിടിനാൻ. അത് കണ്ടുകൊണ്ട് നിന്ന മഹോദരൻ അവരുടെ ആ വരുണപുത്രന്മാരുടെ തേർ തകർത്തു കളഞ്ഞു.
എന്നതിനേതുമൊരു കുറവെന്നിയെ പിന്നെയും അമ്പരേ നിന്നു യുദ്ധം ചെയ്താർ. അവർക്ക് അതൊന്നും ഒരു പ്രശ്നമായില്ല. അവർ യുദ്ധം തുടർന്നുകൊണ്ടേയിരുന്നു. ആകാശത്ത് നിന്ന് മോഹമകന്നുടൻ രാവണൻ അന്നേരം സാഹസം കൈക്കൊണ്ടടുത്തു യുദ്ധം ചെയ്താൻ. രാവണന് ബോധം വീണ്ടെടുത്തു രാവണൻ. അതിനുശേഷം വീണ്ടും ആ വരുണപുത്രന്മാരോട് യുദ്ധം തുടങ്ങി. ശൂലപരിഘശസ്ത്രാസ്ത്രങ്ങളും മഴ പോലെ ചൊരിഞ്ഞാൻ ദശാനനന്നേരം. ശൂലം, പരിഘം, അങ്ങനെ അസ്ത്രങ്ങൾ, ശസ്ത്രങ്ങൾ, അങ്ങനെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളൊക്കെ എടുത്ത് ആ വരുണപുത്രന്മാരെ പ്രയോഗിക്കാൻ തുടങ്ങി. ശസ്ത്രങ്ങളേറ്റു വരുണാത്മജന്മാരും പൃഥ്വിയിൽ വീണു മോഹിച്ചാരതു നേരം. രാവണൻ്റെ ആക്രമത്തിൽ വരുണപുത്രന്മാർ ബോധം കെട്ട് നിലം പതിച്ചു. സേനാധിപന്മാരെടുത്തുങ്ങു കൊണ്ടുപോയി പാനീയവും തളിച്ചാശ്വസിപ്പിച്ചിതു. വരുണൻ്റെ സേനാധിപന്മാർ വന്നിട്ട് അവരെ എടുത്ത് കൊണ്ടുപോയി മുഖത്ത് ജലമൊക്കെ തളിച്ചു. അപ്പോൾ അവർക്ക് അതൊക്കെ ബോധം വീണ്ടെടുത്തു. ഉടൻ തന്നെ നക്തഞ്ചരാധിപനായ ദശാനനൻ മത്തനായി നിന്നു വിളിച്ചു ചൊല്ലിയിടിനാൻ. മത്ത് പിടിച്ച ആ അഹങ്കാരം കൊണ്ട് എല്ലാവരെയും ജയിച്ചു, വരുണനെയും ജയിച്ചു എന്നുള്ള ആ ഒരു അഹങ്കാരം കൊണ്ട് അവിടെ നിന്നിട്ട് പോർ വിളിക്കുകയാണ്. പോർക്കു പുറപ്പെടുവാൻ ചൊൽ വരുണനൻ പാർക്കയെ, പോർക്കു പുറപ്പെടുവാൻ ചൊൽ വരുണനെ പാർക്കരുതേതുമിനിയെന്നു ചൊല്ലുവിൻ. വരുണനോട് പോയി നിങ്ങൾ പറയുക, വേഗം എന്നോട് യുദ്ധം ചെയ്യാൻ വരിക, ഇനി അല്പം പോലും ഞാൻ കാക്കാൻ തയ്യാറല്ല. പോർക്കു പുറപ്പെടുവാൻ ചൊൽ വരുണനെ പാർക്കരുതേതുമിനിയെന്നു ചൊല്ലുവിൻ. യുദ്ധമാകർണ്യ പ്രഭാസൻ വരുണഭൃത്യോത്തമനുത്തരം സത്വരം ചൊല്ലിനാൻ. ഇങ്ങനെ കേട്ടിട്ട് യുദ്ധമാകർണ്യ രാവണൻ്റെ ഈ പോർവിളി കേട്ടിട്ട് പ്രഭാസൻ എന്ന വരുണഭൃത്യന്മാരിൽ ഏറ്റവും പ്രധാനിയായ പ്രഭാസൻ ഇപ്രകാരം പറഞ്ഞു. ഇപ്പോൾ ഇവിടെയില്ലല്ലോ ജലാധിപൻ ഉൽപ്പല സംഭവൻ തന്നുടെ സന്നിധൗ, ഗീതങ്ങൾ കേൾപ്പതിനായങ്ങു പോയിതു ജാതമോദേന പോയിക്കൊണ്ടാലുമാശു നീ. ജലാധിപനായ വരുണൻ ഇപ്പോൾ ഇവിടെയില്ല. എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? ഉൽപ്പല സംഭവൻ തന്നുടെ സന്നിധവും. ഉൽപ്പലം എന്ന് പറഞ്ഞാൽ താമര. അപ്പോൾ താമരയിൽ ഉണ്ടായ ബ്രഹ്മാവിൻ്റെ ആ ലോകത്ത്, ബ്രഹ്മലോകത്തേക്ക് പോയിരിക്കുകയാണ്. ബ്രഹ്മലോകം എല്ലാവർക്കും അറിയാം, സത്യലോകം. അവിടെ ഗീതങ്ങൾ കേൾപ്പതിനായി അങ്ങ് പോയതു. അവിടെ പാട്ടുകച്ചേരിയൊക്കെ നടക്കുന്നുണ്ടാവും. അങ്ങോട്ട് പോയിരിക്കുകയാണ് അത് കേൾക്കാനായിട്ട്. ജാതമോദേന പോയിക്കൊണ്ടാലുമാശു നീ സന്തോഷത്തോടു കൂടി പോയിക്കോളൂ. എന്തുകൊണ്ടാണ് ഈ സന്തോഷത്തോടു കൂടി പോയിക്കൊള്ളാൻ പറഞ്ഞത്? നിർജ്ജരാരാധിയാം നിന്നോട് പോർ ചെയ്തു നിർജിതന്മാരായി ചമഞ്ഞു കുമാരന്മാർ. നിർജ്ജരന്മാരുടെ ശത്രുവായ ആരാധി, നിർജ്ജരാരാധി നീ, അതായത് ദേവശത്രുവായ നിന്നോട് പോർ ചെയ്തിട്ട് അവർക്ക് നിന്നെ ജയിക്കാൻ സാധിച്ചില്ല. ആര്? വരുണപുത്രന്മാർക്ക്. നിന്നോട് നേരിടുവാനില്ലിനിയാരും വന്നു ജയിച്ച ഫലം തവ നിർണയം. ഇവിടിപ്പം നിന്നെ എതിർക്കാനായിട്ട് ഇനിയിട്ട് ആരുമില്ല താനും. അതുകൊണ്ട് നീ ജയിച്ചെന്ന് കണക്കാക്കിക്കൊള്ളൂ.
എന്നതു കേട്ട അപഹാസവും ചെയ്തങ്ങ് നന്ദിച്ചു പുഷ്പകമേറി നടകൊണ്ടാൻ. ഇത് കേട്ടിട്ട് വരുണനെ കണ്ടമാനം അപഹസിച്ചു രാവണൻ. കണ്ടില്ലേ, അവൻ എന്നോട് നേരിട്ട് യുദ്ധത്തിന് വരുന്നില്ല, അവൻ ഒളിച്ചിരിക്കുകയാണ്, പേടിത്തൊണ്ടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ജലാധിപനെയും കീഴടക്കിയെന്നുള്ള ഹൂങ്കോട് കൂടി പുഷ്പക വിമാനത്തിൽ കയറി തൻ്റെ പടയോടൊപ്പം യാത്രയായി. ഇനി ദിവ്യാംഗനാപഹരണം. ദേവദൈതേയ ഗന്ധർവ മുനി സിദ്ധദർവീകര നര കിന്നര യക്ഷാദി വംശങ്ങളിലുള്ള ദിവ്യാംഗനമാരെ സംശയമെന്നിയേ ചെന്നു പിടിപ്പെട്ടു. ദേവ ദൈതേയ ദൈത്യന്മാർ, ദേവന്മാർ, പിന്നെ ഗന്ധർവന്മാർ, മുനിമാർ, സിദ്ധന്മാർ, ദർവീകരന്മാർ, ദർവീകരൻ എന്ന് പറഞ്ഞാൽ നാഗന്മാർ, പിന്നെ നരന്മാർ, കിന്നരന്മാർ, യക്ഷന്മാർ, ഇങ്ങനെയുള്ള ഏത് വംശത്തിൽ പെടുന്ന ദിവ്യ നാരിമാർ, ദിവ്യാംഗനമാർ, സ്ത്രീജനങ്ങൾ, അവൻ വംശമോ കുലമോ എന്താ പറയുക പ്രായമോ ഒന്നും രാവണന് ഭേദമില്ല, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അവരെ ഉടൻ തന്നെ ബലാത്കാരമായിട്ട് പിടിച്ച് പുഷ്പക വിമാനത്തിലേക്ക് കയറ്റുകയാണ്. പുഷ്പകൻ തന്നിൽ കരേറ്റിയ അവരുടെ വിപ്രലാപം കേട്ടലിയും ശിലകളും. ആ നാരീജനങ്ങളുടെ വിലാപം കേട്ടിട്ട് കല്ലുപോലും അലിഞ്ഞു പോകുമെന്നാണ് എഴുത്തച്ഛൻ ഇവിടെ പറയുന്നത്. ഹാഹാ ജനക ഹാഹാ മമ വല്ലഭ ഹാഹാ ജനനി ഹാഹാ മമ നന്ദന ഹാഹാ സഹജ പിതൃവ്യ ഗുണമുദേ. നിങ്ങളെയും പിരിഞ്ഞെത്രയും ദുഃഖിച്ചു ഞങ്ങളീ വണ്ണമകപ്പെട്ടു ദൈവമേ. ഇവിടെ ഹാഹാ ജനക, പിതാവിനെ വെടിഞ്ഞ പുത്രിമാർ, പിന്നെ ഹാഹാ മമ വല്ലഭ, ഭർത്താവിനെ പിരിഞ്ഞ ഭാര്യമാർ, പിന്നെ ഹാഹാ ജനനി, അമ്മമാരെ പിരിഞ്ഞ മക്കൾ, ഹാഹാ മമ നന്ദന, അമ്മമാരും ഉണ്ട് ആ കൂട്ടത്തിൽ. അപ്പം മക്കളെ പിരിഞ്ഞ അമ്മമാർ. ഹാഹാ സഹജ, സഹോദരനെ പിരിഞ്ഞവൻ, പിതൃവ്യ, പിതൃതുല്യനായോ. ഇങ്ങനെയുള്ള ആ വേർപാടിൻ്റെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീജനങ്ങളുടെ വിലാപം കേട്ട് കല്ലുപോലും അലിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. നിങ്ങളെയും പിരിഞ്ഞെത്രയും ദുഃഖിച്ചു ഞങ്ങളീ വണ്ണമകപ്പെട്ടു ദൈവമേ. യാതൊരുവിധ സഹായവുമില്ലാത്ത ആ ബലകളായ സ്ത്രീജനങ്ങളുടെ വിലാപം കരളലിയിക്കുന്നത് തന്നെയാണ്. വിട്ടുകളകയുമില്ലിവനെങ്ങുമേ ദുഷ്ടൻ പിടിച്ചു ഭക്ഷിച്ചു കളകയോ കൊല്ലുമതല്ലാകിൽ പുലയാടിക്കുമില്ലൊരു നല്ലൊരു ജാതിയും. ഹരേ ഹരേ ദൈവമേ, ഈ ദുഷ്ടൻ ചിലപ്പോൾ പിടിച്ച് ഭക്ഷിച്ചു കളയും, അതല്ലാന്നുണ്ടെങ്കിൽ കൊല്ലും. ഇനിയും അവന് വഴങ്ങിയില്ലെങ്കിൽ ആണ് കൊല്ലുന്നത്, അതല്ലെന്നുണ്ടെങ്കിൽ ചാരിത്രം കവർന്നെടുക്കും എന്ന് പറഞ്ഞ് കരയുകയാണ് അവൾ. മാരാതുരനായ നീചനൊരു ദിവ്യനാരി നിമിത്തം വരിക മരണവും
യുദ്ധം കുലസ്ത്രീകളിട്ട ശാപത്തെയും മതനായേതുമറിഞ്ഞീല രാവണൻ. വെറും കാമപിശാചായ, മാരാതുരനായ, കാമാസക്തനായ ആ രാവണൻ ഇങ്ങനെ കുലസ്ത്രീകൾ ചൊല്ലിയ ശാപവാക്ക് എന്തായിരുന്നു? ആ ശാപവാക്ക്, ഈ നീചൻ ഒരു ദിവ്യനാരി നിമിത്തം, കാമപിശാചായ ഈ നീചൻ ഒരു ദിവ്യനാരി നിമിത്തം, ഒരു ദിവ്യ സ്ത്രീയാൽ മരണം അകപ്പെടും എന്നുള്ള ശാപവാക്ക് ഇവൻ കേട്ടില്ല. ഭേരീനിനാദേന ലങ്കാപുരം പുക്ക നേരമെതിരേറ്റു വന്ദിച്ചിതേവരും. യമനെയും വരുണനെയും എന്നു വേണ്ട സർവപ്രധാനികളെയും ജയിച്ച് സർവോന്നതനായി വന്നു ചേർന്നിരിക്കുന്ന തങ്ങളുടെ ചക്രവർത്തിയെ ലങ്കാനിവാസികൾ അത്യധികം ആഡംബരത്തോടും ബഹുമതികളോടും കൂടി സ്വീകരിക്കുകയാണ്. പൗരജനങ്ങൾ വിമാനത്തിന്മേൽ നിന്നു പാരിലിറങ്ങി വസിച്ചിതു രാവണൻ. ഇങ്ങനെ പൗരജനങ്ങൾ സമ്മാനിച്ചു, സ്വീകരിച്ചു. അതിനുശേഷം പുഷ്പക വിമാനത്തിൽ നിന്നും രാവണൻ താഴെ ഇറങ്ങി. അന്നേരമാ ശൂർപ്പണഖയും ഭ്രാതാവ് തന്നോട് കേണു പറഞ്ഞു തുടങ്ങിനാൾ. ഉടൻ തന്നെ ശൂർപ്പണഖയെത്തി. അവൾ മാത്രം സന്തോഷിച്ചില്ല. കാരണം തൻ്റെ പതിയായ വിദ്വജ്ജിഹ്വൻ ഈ രാവണൻ ദിഗ്വിജയം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ യുദ്ധത്തിൽ വെച്ച് വധിക്കപ്പെട്ടു. രാവണനോട് പറയുകയാണ് കരഞ്ഞുകൊണ്ട് ശൂർപ്പണഖ, വിശ്വജനങ്ങൾ ഭക്ഷിക്കുമാറെന്നെ നീ വിശ്വസ്തയാക്കി ചമച്ചതു നന്നല്ലോ. ലോകത്തിലുള്ള ജനങ്ങളെല്ലാം എന്നെ ഇനി പഴിക്കാൻ തുടങ്ങും. ഞാൻ വിധവയായി, അത് ശരിയായില്ല എൻ്റെ സഹോദര എന്ന് പറയുകയാണ്. ശത്രുമിത്രത്വമോർത്തിയില യുദ്ധത്തിൽ ഞാൻ ഭർത്താവ് തന്നെ ഉണ്ടാക്കാം നിനക്ക് ഇന്ന് ചെന്ന് ഖരദൂഷണ ത്രിശിരാക്കളോടൊന്നിച്ചു ദണ്ഡകം തന്നിൽ വസിക്ക നീ. നോക്കൂ, യുദ്ധം നടക്കുമ്പോൾ അവിടെ ശത്രുവെന്നോ മിത്രമെന്നോ ഒന്നും ഞാൻ ഓർക്കാറില്ല, ഓർക്കത്തുമില്ല. എൻ്റെ കൊച്ചനുരുത്തി, നിനക്ക് ഭർത്താവല്ലേ വേണ്ടുന്നത്, അതിന് ഞാൻ വഴിയുണ്ടാക്കാം. നീ എന്ത് ചെയ്യണം? ചെന്നു ഖരദൂഷണ ത്രിശിരാക്കളോടൊന്നിച്ചു ദണ്ഡകം തന്നിൽ വസിക്ക നീ. ദണ്ഡകാരണ്യത്തിൽ ജനസ്ഥാനം എന്ന സ്ഥലത്ത് ഖരദൂഷണ ത്രിശിരാക്കൾ എന്ന 3 സഹോദരന്മാരുണ്ട്. അവിടെ പോയി നീ അവരോടൊപ്പം കഴിയുക. നമ്മുടെ സഹോദരന്മാരാണ് അവർ. സഹോദരൻ എന്ന് പറഞ്ഞാൽ കൈകസി, അതായത് രാവണമാതാവായ കൈകസിയുടെ ജ്യേഷ്ഠത്തിയായ പുഷ്പോത്കട അവളുടെ മക്കളാണ് ഈ ഖരനും ദൂഷണനും ത്രിശിരസും. അപ്പോൾ അവർ സഹോദരന്മാരാണ് അമ്മ വഴിയിൽ. അവിടെ പോയി താമസിക്കാൻ പറഞ്ഞു. എന്നാൽ നിനക്കു പതിയായി വരിച്ചാലും ധന്യനായൊരു പുരുഷനെ വൈകാതെ അവിടെ പോയി നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ആഗ്രഹമുള്ള ഒരു പുരുഷനെ വരിച്ചോളൂ. അങ്ങനെ ഏത് പുരുഷനെയും എവിടെയും ഏത് സമയത്തും എങ്ങനെയും പ്രാപിക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെ ശൂർപ്പണയ്ക്ക് കിട്ടി. ധന്യനായൊരു പുരുഷനെ വൈകാതെ യുദ്ധം പറഞ്ഞേച്ചാൻ അവളും പോയി ബദ്ധമോദം ജനസ്ഥാനേ മരുവിനാൾ. ഇങ്ങനെ
പറഞ്ഞപ്പോൾ സന്തോഷമായി. ഭർത്തൃമരണ ദുഃഖമൊക്കെ അപ്പാടെ പോയി കഴിഞ്ഞു. അവിടെ സന്തോഷം തിരതല്ലി നേരെ ജനസ്ഥാനത്തേക്ക് പോയി. രാവണി രാജസൂയാശ്വമേധാദികളാവോളവും പല യാഗങ്ങളും ചെയ്തു ദേവകളോട് വരവും വരിച്ചുകൊണ്ടേവരെയും ജയിക്കായി വരുമാറവൻ താതനെ കണ്ടു നമസ്കരിച്ചിട്ടിനാൻ ആദരവോടു പുണർന്നു ദശാനനൻ. രാവണി, എല്ലാവർക്കും അറിയാൻ രാവണി ആരാണെന്ന്. ഇന്ദ്രജിത്ത്, രാവണപുത്രൻ ഇന്ദ്രജിത്ത്. അപ്പോൾ ഈ സമയത്തൊക്കെ ഇന്ദ്രജിത്ത് രാജസൂയം, അശ്വമേധം ഇവയൊക്കെ മഹത്തായ യാഗങ്ങളൊക്കെ ചെയ്ത് ദേവന്മാരെയൊക്കെ പ്രീതിപ്പെടുത്തി അവരിൽ നിന്ന് വരവും വാങ്ങി. അപ്പോൾ അച്ഛൻ തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അച്ഛനെ വന്ന് നമസ്കരിച്ചു. അച്ഛൻ മകൻ്റെ അതിശ്രേഷ്ഠമായ ഈ വരവല പ്രാപ്തിയിൽ സന്തോഷിച്ചു, മകനെ ആശ്ലേഷിച്ചു. നിൻ തൊഴിൽ എന്തെന്നു ചോദിച്ച നേരത്ത് അന്തർമുദ പറഞ്ഞിടിനാൻ ശുക്രനും. ദൈത്യഗുരുവായ ശുക്രനും കൂട്ടത്തിലുണ്ടായിരുന്നു, ഇന്ദ്രജിത്തിൻ്റെ കൂട്ടത്തിൽ. രാവണൻ തിരിച്ചെത്തിയെന്നറിഞ്ഞപ്പോൾ കാണാനായിട്ട് വന്നതാണ്. മകനോട് ചോദിച്ചു, നീ എന്തെടുക്കുകയായിരുന്നു, ഇനി എന്താണ് നിൻ്റെ ഉദ്ദേശം എന്നൊക്കെ. അപ്പോൾ മറുപടി പറഞ്ഞതാരാണ്? ശുക്രാചാര്യനാണ്. എന്താണ് പറഞ്ഞത് നോക്കാം. യാഗാദി കർമ്മങ്ങൾ ചെയ്തു വരം കൊണ്ടു ലോകോത്തമനായി ചമഞ്ഞു തവാത്മജൻ. നിന്റെ പുത്രൻ ലോകത്തിലെ ഏറ്റവും ഉന്നതനായി കഴിഞ്ഞു. യാഗവും മറ്റ് തപസ്സും ഒക്കെ ചെയ്തിട്ട് തേരും നിനച്ചവണ്ണം നടക്കും തൻ്റെ വൈരികൾക്കെങ്ങുമേ കാൺമാനുമാമല്ലോ. അവൻ്റെ വരബല സിദ്ധിയെപ്പറ്റി വർണ്ണിക്കുകയാണ്. മനസ്സിൽ തോന്നുന്നത് പോലെ സഞ്ചരിക്കുന്ന തേര്. റിമോട്ട് കൺട്രോളെന്ന് നമ്മളിപ്പം പറയും, പക്ഷേ ഇത് മനസ്സിൽ നിന്നുള്ള കൺട്രോളാണ് തേരിന്. പിന്നെ വൈരികൾക്ക്, ശത്രുക്കൾക്ക് ഇവനെ കാണാനും സാധിക്കുകയില്ല. എവിടുന്നാണ് ഈ ആയുധം പ്രയോഗിക്കുന്നതെന്ന് പോലും കാണാൻ സാധിക്കില്ല. ബാണമൊടുങ്ങാതെയുള്ളൊരു തൂണിയും പ്രാണരക്ഷാർത്ഥം അഭേദ്യ കവചവും. ഒരിക്കലും അമ്പൊടുങ്ങാത്ത ആവനാഴി, അതുപോലെ ആ ചട്ട കവചം ഒരിക്കലും ഭേദിക്കപ്പെടാത്ത, ആരാലും ഒരു അസ്ത്രത്താലും ശസ്ത്രത്താലും ഭേദിക്കപ്പെടാത്ത കവചവും കിട്ടിയിട്ടുണ്ട്. എല്ലാം കൊടുത്തു മഹേശ്വരൻ തന്നുടെ വല്ലഭയോടും മറഞ്ഞതിപ്പോഴടോ. ശിവനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി ഇവയൊക്കെ അവൻ നേടിക്കഴിഞ്ഞു. ഇപ്പം ശിവനും പാർവതിയും കൂടി ഇവയൊക്കെ ഈ വരങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ശിവൻ ഇത്ര പ്രത്യേകത ഈ ഇന്ദ്രജിത്തിനോട് ഉള്ളതെന്ന് ചോദിച്ചാൽ, മുമ്പ് പറഞ്ഞോന്നറിയില്ല, മണ്ഡോദരിയുടെ മുജ്ജന്മത്തിൽ ശിവബീജാംശം അവളിൽ സംക്രമിച്ചിരുന്നു. ആ അംശം തന്നെയാണ് ഇപ്പോൾ മേഘനാഥനായിട്ട്, അതായത് ഇന്ദ്രജിത്തായിട്ടില്ല, ഇന്ദ്രനെ ജയിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രജിത്തായി കഴിഞ്ഞു. ഈ മേഘനാഥൻ ആയിട്ട് പുനർജന്മം സിദ്ധിച്ചത്, മണ്ഡോദരിയുടെ പുത്രനായിട്ട് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ മേഘനാഥനോട് ഒരു പ്രത്യേക മമതയും കാണും. വന്നു തുടങ്ങി ഭവാനെന്നു കേൾക്കയാൽ നിന്നിതു കണ്ടു പോകാമെന്നതോർത്തു ഞാൻ. അങ്ങ് വന്നെന്നറിഞ്ഞതുകൊണ്ട് അങ്ങേ ഒന്ന് കണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും ഇങ്ങോട്ട് വന്നത്
എന്ന് പറയുകയാണ് ശുക്രാചാര്യൻ. വാജിമേധാദികൾ കൊണ്ടു ദേവന്മാരെ പൂജിപ്പതിന് അവകാശമില്ലേതുമേ. അശ്വമേധാദികൾ കൊണ്ട് ദേവന്മാരെ ഒന്നും പൂജിക്കേണ്ട കാര്യമൊന്നും ഇനിയില്ല, തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞു. ദേവകൾ നമ്മുടെ ശത്രുക്കളാക്കയാൽ സേവിപ്പതിനില്ല യോഗ്യമവരെ നാം. അവർ നമ്മുടെ ശത്രുക്കളാണ് ദേവന്മാരെ, അവരെ എന്തിനാണ് നമുക്ക് സേവിക്കുന്നത്? ഈശനെ പൂജിപ്പതും കാര്യമെന്നുടനാശരാധീശൻ പറഞ്ഞോരനന്തരം. അതുകൊണ്ട് ഈശനെ, പരമശിവനെ തന്നെ പൂജിച്ചാൽ മതി, ബാക്കി ആരെയും നമുക്ക് പ്രീതിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അതിനുശേഷം ഇങ്ങനെ രാവണൻ പറഞ്ഞതിന് ശേഷം പുഷ്പകത്തിന്മേലിരുന്നു വിലാപിക്കും ഉത്പലപത്രാക്ഷിമാരെ ഇറക്കിനാൻ. അപഹരിച്ചു കൊണ്ടുവന്ന ഉത്പലപത്രാക്ഷിമാർ, ഉത്പലം എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞു താമര ഇതൾ പോലെ ശോഭിക്കുന്ന കണ്ണുള്ളവർ എന്നാണ് ഉത്പലപത്രാക്ഷിമാർ എന്ന് പറയുന്നത്. അപ്പോൾ അവരെയൊക്കെ പുഷ്പക വിമാനത്തിൽ നിന്നും ഓരോരുത്തരെ താഴെ ഇറക്കാൻ തുടങ്ങി. അപ്പോൾ അതു കണ്ടു ചൊന്നാൻ വിഭീഷണൻ, അത്ഭുതമോർത്തു കണ്ടാൽ ഈ പരാക്രമം. അപ്പോൾ വിഭീഷണൻ പറയുകയാണ്, അഹോ, അത്ഭുതം തന്നെ ഈ പരാക്രമം, ഇങ്ങനെയുള്ള ദുഷ്പ്രവൃത്തി എന്നാണ് അതിൻ്റെ സൂചന. അത് അത്ഭുതമായിരിക്കുന്നു. നല്ല പതിവ്രതമാരെ പിടിച്ചുകൊണ്ടൊല്ലാതെ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്യുകയാൽ ദുഷ്കീർത്തി ദുഷ്കൃതം വംശവിനാശനം ഒക്കെ അകപ്പെടുമില്ലൊരു സംശയം. ഭാഗവതോത്തമനായ വിഭീഷണൻ രാവണനോട് പറയുകയാണ്, എന്ത് വിചിത്രമായ പണിയാണ് അങ്ങ് ഈ കാണിച്ചിരിക്കുന്നത് ജ്യേഷ്ഠ. ഇങ്ങനെയുള്ള പതിവ്രതമാരെ പിടിച്ചിങ്ങനെ കൊണ്ടുവന്ന് ദുഷ്കർമ്മങ്ങളിൽ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ വംശം പോലും മുടിഞ്ഞു പോവും. യുദ്ധം പരതാരപീഡ ചെയ്താൽ വരും എത്രയും ആപത്തുകളാതു കേൾക്ക നീ. ഇങ്ങനെ പരസ്ത്രീകളെ പീഡ ചെയ്തു കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ലാതെ ഉടനെ ആപത്തെത്തിക്കൊള്ളും. നമ്മുടെ താതാഗ്രജൻ മാല്യവാൻ, അവൻ തന്മകൾ പുഷ്പോൽക്കടയാം അവളല്ലോ. അങ്ങൊന്ന് കേൾക്കൂ, ഇവിടെ ഉണ്ടായ സംഭവം ഞാൻ പറയാം. നമ്മുടെ മുത്തച്ഛനായ മാല്യവാൻ്റെ താതൻ്റെ അഗ്രജൻ, അച്ഛൻ്റെ ജ്യേഷ്ഠനായ മാല്യവാൻ, ആ മാല്യവാൻ്റെ മകളായ പുഷ്പോൽക്കട, മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, പുഷ്പോൽക്കടയുടെ മക്കളാണ് ഖരദൂഷണ ത്രിശിരാക്കളെന്ന്. അപ്പോൾ അവളെ നമ്മുടെ മാതാവ് തന്നുടെ മൂത്തവൾ കൈകസിയുടെ ജ്യേഷ്ഠത്തിയാണ്. തൻ മകൾ കുംഭീനസി അവൾ തന്നെയും, അവളുടെ മകളായ കുംഭീനസി എന്ന് പറയുന്ന അവൾ, അപ്പോൾ നമ്മളുടെ സഹോദരിയായിട്ട് വന്നു. അവൾ തന്നെയും കൊണ്ടുപോയാൻ മധുവാക്കിയ രാക്ഷസൻ. മധു എന്നു പേരുള്ള ഒരു രാക്ഷസൻ അവളെ ബലാത്കാരമായിട്ട് പിടിച്ചു കൊണ്ടുപോയി. കണ്ടീലയാരും ഇവിടെ ഇരുന്നവർ മേഘനാഥൻ മുനിമാരുമായി ഓരോരോ യാഗവും ചെയ്തിരുന്നിടിനാൻ അന്നേരം. ഇവിടെ ഉള്ളവരാരും ആ സംഭവം കണ്ടുമില്ല. അങ്ങ് പുറത്തു പോയിരിക്കുകയായിരുന്നു ദിഗ്വിജയത്തിനായിട്ട്. മേഘനാഥൻ ഈ യാഗാദി കർമ്മങ്ങളൊക്കെ മുനിമാരുമായിട്ട് ചേർന്ന് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദീനതയെന്നീ വന്നു വിരവോടു ഞാനും ഇവിടെ ഇല്ലാഞ്ഞോരവസരം. ആ സമയത്ത് ഞാനുമില്ലായിരുന്നു ഇവിടെ. പാർത്തു ബലാലാശു കൊണ്ടുപോയാനവൻ കീർത്തികേടും നമുക്കുണ്ടെന്നു നിർണയം. അങ്ങ് ഇത്രയും യമ പാശികളെയൊക്കെ ജയിച്ച് ഇവിടെ കീർത്തി പരത്തി തിരിച്ചെത്തിയിരിക്കുകയാണ്. വല്ല കാര്യം ഉണ്ടായോ അതിൽ? ഇത്രമാത്രം നാണക്കേട്
നമ്മുടെ സഹോദരിയായ കുംഭീനസിയെ മധു എന്ന രാക്ഷസൻ അപഹരിച്ചുകൊണ്ട് കടന്നു കളഞ്ഞു. വലിയ മാനക്കേടായിപ്പോയി അത്. ഞാനുമോർത്താൻ അവൻ തന്നെ വധിക്കിലോ, നൂനമവൾക്ക് വൈധവ്യമകപ്പെടും. അവനെ വധിക്കാൻ എനിക്ക് യാതൊരു പ്രയാസവുമില്ല, പക്ഷേ അവൾക്ക് വൈധവ്യമുണ്ടാവും അവനെ വധിച്ചു കഴിഞ്ഞാൽ. പിന്നെയും വേണമൊരുത്തനു നൽകുക കന്യക തന്നെ, അതിനില്ല സംശയം. പിന്നെ നമുക്ക് അവളെ മറ്റൊരുത്തനെ തേടി പിടിച്ചു കൊടുക്കേണ്ടി വരും. എങ്കിലവനു തന്നെ എന്നതിങ്ങനെ സങ്കല്പം ഉൾക്കൊണ്ടിരിക്കുന്നിതു ഞാനും. എന്നാൽ അവൻ തന്നെ അവൾക്ക് പതിയായി വന്നോട്ടെ, അവരൊന്നിച്ച് കഴിഞ്ഞോട്ടെ എന്ന് കരുതി ഞാനും ഇവിടെ സമാധാനത്തോടു കൂടി ഇരിക്കുകയാണ്. ഈ വാർത്ത അറിഞ്ഞിട്ട് രാവണൻ ഇനി എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ സാദര പ്രണാമങ്ങൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഉത്തരരാമായണ പഠനം ഇവിടെ സമ്പൂർണ്ണമാക്കട്ടെ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.